the tears of joy that Malayali women feel when their children do well, but also the tears of sorrow when someone loses a brother. These are all transmitted in Malayalam. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷ കണ്ണുനീരുകൾ, നമ്മുടെ കുട്ടികളുമായി ഒക്കെ ബന്ധപ്പെട്ട സന്തോഷമുണ്ടാകുമ്പോൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ കണ്ണുനീരുകൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മലയാളം എന്ന ഭാഷയിലൂടെയാണ്. If you remove Malayalam, how will a mother in Kerala explain the history of this great land to her children? നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ചു കൊടുക്കുക? How can she explain it in Hindi or in English? എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുക? So this is what we are protecting. ഇതിനെയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. Can you give me those flowers? Flowers, brother. Yeah, I want this. See, this is what India looks like. ശരിക്കും ഈ കയ്യിലിരിക്കുന്ന പൂച്ചെണ്ട് കണ്ടോ? ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ കാണുന്നത് പോലെയാണ് ഇന്ത്യ. This is also what Kerala looks like. കേരളവും ഇന്ത്യ മാത്രമല്ല, ആ പൂക്കളുള്ള ബൊക്കെ പോലെയാണ് കേരളവും. And this is also what every family in Kerala looks like. കേരളത്തിലെ ഓരോ കുടുംബവും ആ പൂച്ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. Every flower is unique. അതിലെ ഓരോ പൂവും വ്യത്യസ്തമാണ്, സവിശേഷതകളുള്ളതാണ്. Every flower has a different expression. ഓരോ ഫ്ലവറിനും ഓരോ പൂവിനും വ്യത്യസ്തമായ രീതികൾ, പ്രകാശന രീതികൾ. Every flower has a different beauty. ഓരോ പൂവിനും വ്യത്യസ്തമായ സൗന്ദര്യമാണുള്ളത്. And when you add all the flowers together, they become much more beautiful than the individual flowers. ഈ പൂക്കളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും 10 മടങ്ങ് മനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. Now imagine if I came to Kerala and I said, look, only white flowers can be in this bouquet. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, ഞാൻ കേരളത്തിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ബൊക്കയിൽ വെള്ള കളറിലുള്ള പൂക്കൾ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? We will only have white flowers and the stems have to be 6 inches long. ഞാൻ നിങ്ങളോട് പറയുകയാണ് 6 ഇഞ്ച് നീളത്തിലെ ആ പൂവിന്റെ ചെണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഇതിൽ വെള്ള നിറത്തിലുള്ള പൂവുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. No leaves will be there, no thorns will be there. അവിടെ മുള്ളുണ്ടാവാൻ പാടില്ല, ഇല ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? That is what the BJP and RSS are trying to do. അതാണ് ഈ രാജ്യത്ത് BJP RSS ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. To Kerala, to Tamil Nadu, to Uttar Pradesh, to India. കേരളത്തോട്, തമിഴ്നാടിനോട്, ഉത്തർപ്രദേശിനോട്, ഈ രാജ്യത്തോട് മുഴുവൻ BJP RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. Now, first of all, this is completely ignorant. First of all, this is completely ignorant. I'm not able to hear you. First of all, Yeah. this is a completely ignorant action. Yes, ഇതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാത്ത, അറിവില്ലാത്ത ഒരു ചിന്തയും പ്രവൃത്തിയുമാണ്. It shows they don't understand India. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. And it shows they don't understand Kerala. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയും കേരളത്തെയും മനസ്സിലാക്കാൻ BJPക്ക് RSS